കിയയുടെ ഏറ്റവും പുതിയ കാരൻസ് ഓടിക്കുകയാണ്. അപ്പോൾ വലതുവശത്ത് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. ഇനി ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാം. ഞാൻ നേരത്തെ കാണിച്ചില്ലാന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇതൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. സിസ്റ്റം ചെക്കോട് കൂടിയിട്ട് ആ വണ്ടി ഓണായി വന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ മോഡെന്ന് പറയുന്നത്, ഡ്രൈവ് മോഡെന്ന് പറയുന്നത് നോർമൽ മോഡാണ്. പക്ഷേ ഞാൻ ഈക്കോ മോഡ് നോർമൽ മോഡും അല്ല ഉപയോഗിക്കുന്നത്. സ്പോർട്ട് മോഡിൽ വണ്ടി ഓടിക്കാം. എസിയുടെ ഫാനിൻ്റെ സ്പീഡ് കൂടി ഒന്ന് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ പാഡ് ഷിഫ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പാഡിൽ ഉപയോഗിച്ച് ഷിഫ്റ്റ് ചെയ്യാം. മാനുവൽ മോഡിൽ കൂടെ സ്പോർട്ട് മോഡ് കൂടി ഉണ്ട്. എന്തായാലും ഡ്രൈവ് മോഡിലിട്ട് എടുക്കാം. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ തോന്നിയൊരു വൗ ഫാക്ടർ എനിക്ക് ഓടിക്കുമ്പോഴും കിട്ടുന്നുണ്ടെന്ന് പറയണ്ട. കാരണം ഞാൻ കുറച്ച് ദൂരം ഓടിച്ചു വണ്ടി. അപ്പോൾ ഒന്ന് കാലെടുത്ത് തുടങ്ങാം. ഇനി കിയ കാരൻസിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാം. അതായത് 3 എഞ്ചിനും 3 ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു DCTയും ഒരു ടോർക്ക് കൺവേർട്ടറും പിന്നെ മാനുവലും. ഈ ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത് 6 സ്പീഡും DCT എന്ന് പറയുന്നത് 7 സ്പീഡുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഡീസൽ എഞ്ചിനാണ്. അതായത് 1.5 ലിറ്റർ CID എഞ്ചിനാണ്. ഈ എഞ്ചിനോട് മെറ്റീരിയൽ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ടോർക്ക് കൺവേർട്ടർ. മാനുവൽ മോഡൽ കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 115 PS ആണ്. കൂടാതെ ടോർക്ക് എന്ന് പറയുന്നത് 250 Nm. നിങ്ങൾ ഗസ് ചെയ്ത് കറക്റ്റാണ്. അതായത് സെൽറ്റോസ് കണ്ട അതേ എഞ്ചിൻ തന്നെയാണത്. അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ നല്ലൊരു പൊട്ടൻഷ്യൽ നമുക്ക് അറിയാം. അപ്പോൾ കാരൻസ് എന്ന് പറഞ്ഞ MBയിലേക്ക് എഞ്ചിൻ വന്നപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നല്ല ഡ്രൈവബിൾ ആണെന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരം. അതായത് ലാഗ് ഉണ്ട്. ലാഗ് എന്ന് പറയുമ്പോൾ ടർബോ ലാഗ് ഉണ്ട്. നോട്ടീസബിൾ ആണത് ഈ ഒരു ഓട്ടോമാറ്റിക് തരുമ്പോൾ. അതായത് ഒന്ന് കാല് കൊടുത്തപ്പോൾ ആ ലാഗ് തോന്നി. ആ ലാഗ് തോന്നിയത് പ്രത്യേകിച്ചും നോർമൽ മോഡിലാണ്. ഈ ഒരു സ്പോർട്ട് മോഡിൽ കാര്യമായിട്ട് ലാഗൊന്നും തോന്നിയില്ല. പക്ഷേ ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് പറയാം. പിന്നെ ഷിഫ്റ്റൊക്കെ തന്നെ അത്ര നോട്ടീസബിൾ ഒന്നല്ല. ക്വിക്കായിട്ട് ഷിഫ്റ്റ് ആവേണ്ട ഒരു MPV സ്റ്റാൻഡേർഡിൽ മികച്ചാണെന്ന് തന്നെ പറയാം. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിനെ കുറിച്ചാണ്. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് സൈസ് പറഞ്ഞു. കൂടാതെ ഈ ഒരു തമ്പ് കോൺട്രോളുകൊണ്ട് പിടിക്കാൻ നല്ല സുഖമുണ്ട്. കൂടാതെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം ഈ ഒരു ഭംഗിയല്ല നമ്മൾ പറയാം. അതിൻ്റെ ഒരു ഫീഡ്ബാക്കും ഫീലുമാണ്. അങ്ങനെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണെന്ന് പറയാം. അതായത് നമ്മുടെ ഒരു ഇൻപുട്ടൊക്കെ തന്നെ കറക്റ്റായിട്ട് ആ സ്റ്റിയറിംഗിലേക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റ്നെസ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം വെയിറ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അത് സ്പീഡിൽ പോകുമ്പോൾ. പക്ഷേ സിറ്റി സ്പീഡിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു വെയിറ്റ് തന്നെ ഉള്ളൂ താനും. അപ്പോൾ കാലം കൊടുക്കുമ്പോൾ പറന്ന് കയറി പോകുന്ന ഫീൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഈ ഒരു ഡീസൽ എഞ്ചിൻ അത്യാവശ്യം നല്ല ഡ്രൈവബിൾ ആണെന്നുള്ള സെൽറ്റോസിൽ അറിയാൻ പറ്റിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു കിയ കാരൻസിലും ആ ഒരു കാര്യം വ്യത്യസ്തമല്ല. ഇനി പറയുന്ന കാര്യം, നമ്മൾ ഇരിക്കുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് വെന്റിലേറ്റർ സീറ്റാണ്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന ഒരു സീറ്റും അല്ലെങ്കിൽ സീറ്റുകളുള്ള വണ്ടിയാണ് കിയ കാരൻസ്. ഇപ്പോൾ കിയ കാരൻസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുമ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിനപ്പുറം ഫ്യൂവൽ എഫിഷ്യൻസിയെ കുറിച്ച് പറയണം. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്രെറ്റയിലും അല്ലെങ്കിൽ സെൽറ്റോസിലും ഒക്കെ കണ്ടുള്ള 1.5 ഡീസൽ തന്നെയാണത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ഒരു മൈലേജ് കൂടിയുണ്ട്. അതായത് 20ൻ്റെ പുറത്തൊക്കെ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുള്ള ഒരു സെൽറ്റോസിൻ്റെ കാര്യമൊക്കെ വെച്ചാൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എന്തായാലും കമ്പനി പുറത്തു വിട്ടില്ല. എന്നാലും എനിക്ക് തോന്നുന്നു അത്രയും തന്നെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കും. ഇനി പറയേണ്ടത് ഈ എഞ്ചിൻ നോട്ടിനെ കുറിച്ചാണ്. അതായത് അത്യാവശ്യം നന്നായി കാലോടുത്ത് ഓടിക്കുമ്പോൾ ആ എഞ്ചിൻ നോട്ട് അകത്തേക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ക്യുക്കാണ് ഡൗൺ ഷിഫ്റ്റൊക്കെ. പിന്നെ ആ ഒരു ഷിഫ്റ്റ് നമ്മൾ പാഡിൽ ചെയ്ത് കഴിയുമ്പോൾ അത് D മാറിയിട്ട് ആ ഒരു നമ്പേഴ്സ് ആവും. അതിനർത്ഥം അത് മാനുവൽ മോഡ് ആയെന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 6ാമത്തെ ഗിയറിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. RPM എന്ന് പറയുന്നത് കാണിക്കുന്നത് ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു RPM എത്ര എന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റും. ഏകദേശം 1500 RPMൽ നമ്മൾ അത്യാവശ്യം ലീഗൽ സ്പീഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ല ഫ്യൂൽ എഫിഷ്യൻസി ഉറപ്പായിരിക്കും. ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിൻ നോട്ടാണ്. അതായത് കൂടി RPM സൗണ്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു. പക്ഷേ ആ ഒരു കൂടി RPM എത്തുമ്പോൾ, അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പർട്ടിക്കുലർ RPM, ഒരു മിഡ് റേഞ്ച് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് പ്രോഗ്രസ് ഇല്ല. ഇനി സസ്പെൻഷനെ കുറിച്ച് പറയാം. സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോഴേ ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ പറഞ്ഞാൽ ഇത്തിരി ഹാർഡർ സൈഡാണ്. അതായത് സെൽറ്റോസിൻ്റെ സസ്പെൻഷനോട് വേണമെങ്കിൽ ഉപമിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബോഡി റോൾ തീരെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ 3ാമത്തെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴും, അതായത് 3 റോ ഉണ്ടല്ലോ, 3rd റോയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോഴും കാര്യമായിട്ട് നമുക്ക് അലോസരങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാര്യമായിട്ട് പറയാം, നല്ല കാര്യമായിട്ട് പറയാം. ഇനി ഞാൻ മാനുവൽ മോഡിലേക്ക് മാറ്റാം. അതായത് മാനുവൽ മോഡ് മാറ്റിയിട്ട് ഡ്രൈവ് മോഡാക്കിയിട്ട് ഞാൻ പറയണത് ആ എഞ്ചിൻ മോഡൊന്ന് മാറ്റാം. എഞ്ചിൻ മോഡ് മാറ്റിയിട്ട് ഞാൻ നോർമലാക്കാണ്. ഈക്കോ ആക്കാം. ഈക്കോയിൽ ഒരിത്തിരി സ്ലഗ്ഗിഷാണ് ആ ഒരു ത്രോട്ടിലൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈക്കോ ഒന്നും ആവശ്യമില്ല ഡീസൽ എഞ്ചിന്. അത് ആ ഒരു സ്പോർട്സ് മോഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. അതിന് കാര്യമെന്ന് പറയുന്നത് ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനായതുകൊണ്ട് ആ ഫണ്ട് നമ്മൾ കളയേണ്ട കാര്യമുള്ളതാണ്. അപ്പോൾ 6-7 സീറ്റുകളുള്ള ഒരു വകഭേദങ്ങളുടെ വണ്ടിയാണ് കിയ കാരൻസ്. അപ്പോൾ ഞാൻ വീണ്ടും മാറ്റി ആ ഒരു നോർമൽ മോഡിലാകട്ടെ. ഈ നോർമൽ മോഡ് അത്യാവശ്യം നല്ലതാണ്. അതായത് ഗിയറൊക്കെ വേഗം ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ എന്താ പറയുക, ഒരു 3000-3500 RPM നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കുമ്പോൾ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അലോസരങ്ങളില്ലാണ്ട് ഓടിക്കാൻ പറ്റിയൊരു മോഡെന്ന് പറയാം. അതായത് ഇപ്പോൾ സ്പോർട്ട് മോഡാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് ഈ ഒരു
ഗിയർ ഷിഫ്റ്റ്. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ക്വിക്കാണ്, അതായത് മികച്ച ഒരു ഗിയർ ഷിഫ്റ്റാണെന്ന് പറയാം. കൂടാതെ ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് വണ്ടി എന്നാണ് കിയ കാരൻസിനെ കുറിച്ച് പറയുന്നത്. അതായത് നമുക്ക് കാണുമ്പോഴോ അല്ലെങ്കിൽ അകത്ത് കയറിക്കുമ്പോഴൊക്കെ കൊള്ളാലോ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മുഖത്ത് ചിരി വരുന്ന ആ ഒരു സ്വഭാവമുള്ള വണ്ടിയാണ് കിയ കാരൻസ്. ഞാൻ ഒന്നുകൂടി കാര്യം കൊടുക്കാം. പറന്നു കയറി പോകുന്ന ഒരു നേച്ചർ അല്ല അതിൻ്റെ ആവശ്യമില്ല. കാരണം MPV എന്ന നിലയ്ക്ക് പറന്നു കയറി പോകുന്നതൊക്കെ കൂടുതൽ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാനാണ്. ആ കാര്യത്തിൽ സ്പോട്ട് ഓൺ ആണ് കിയ എന്നുള്ളതാണ് ഈ ഒരു കിയ കാരൻസിനെ കുറിച്ച് പറയാനുള്ളത്. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റിയറിംഗ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ. കൂടാതെ 4 വീലിലും ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് നമുക്ക് പാഡ് ഷിഫ്റ്റ് വെച്ച് ചെയ്യാം. കൂടാതെ ഈ പറഞ്ഞ മാതിരി ആ ഒരു ബ്രേക്കിൻ്റെ ഒരു കാര്യം കൂടെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നതാണ്. നല്ല കാഴ്ച തരുന്ന പിൻകാഴ്ച തരുന്ന വലിയ മിററുകളും ഒരു MPV എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലക്ഷറി MPV എന്ന നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഉയരത്തല്ല ഇരിക്കുന്നത്. ഒരു കാറിന് തുല്യമായിട്ടുള്ള ഒരു റൈഡ് ഹൈറ്റാണ് ഈ വണ്ടികളിൽ തോന്നിയത്. അതായത് 16 ഇഞ്ച് വീലുകളിൽ നല്ല പ്ലസ് ഷെയ്ഡാണ്. അപ്പോൾ ചില വണ്ടികൾക്ക് 18 ഇഞ്ച് വീലൊക്കെ കാണാം. അതായത് 18 ഇഞ്ച് വീലിൽ നമ്മുടെ ഒരു ഇന്ത്യൻ റോഡുകൾക്ക് ആവശ്യമില്ല എന്നുള്ളതും, കുറച്ച് വോൾ ഹൈറ്റുള്ള 16 ഇഞ്ച് പോലുള്ള വീലാണ് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ ഉതകുക എന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് തോന്നി ഈ ഒരു കാര്യം അതും കൂടി സ്പോട്ട് ഓൺ ആണ്. ഇനി ഈ അകത്ത് കയറിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്സിന് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ തീമൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടി ചെയ്യേണ്ട ഒരു പ്രീമിയം ഫീലുള്ള ഒരു MPV എന്ന നിലയ്ക്ക് ഈ ഒരു വണ്ടിയെ കാണാം. അത് തന്നെയാണ് കാരൻസിൻ്റെ അല്ലെങ്കിൽ കാരൻസ് എന്ന് പറയുന്ന ഈ ഒരു MPVയുടെ ഒരു USP അല്ലെങ്കിൽ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും സ്പോർട്സ് മോഡാകട്ടെ, കല്ലോട്ടെ. അപ്പോൾ ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഒബ്വിയസ്ലി വെന്റിലേറ്റർ സീറ്റാണ്. ഞാൻ സോണറ്റിൻ്റെ വീഡിയോയിലും അല്ലെങ്കിൽ സെൽറ്റോസിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞത്. അതുകൂടാതെ ഈ ഒരു സീറ്റും, കൂടാതെ ഈ ഒരു ഡാഷ്ബോർഡ് ഡിസൈനും, ഈ സ്റ്റിയറിങ്ങും, പിന്നെ ആകെ മൊത്തത്തിലുള്ള ഫീൽ ഗുഡ് ഫാക്ടറും എനിക്ക് ഈ വണ്ടിയോട് ഒരിത്തിരി ഇഷ്ടം കൂടുന്നുണ്ട്. അപ്പോൾ അതാണ് കിയ കാരൻസിനെ കുറിച്ച് ലളിതമായിട്ട് പറയാനുള്ളത്. ഇനി പ്രൈസ് വന്നാൽ അറിയാം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതായത് എന്താണ്, എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, വാല്യൂ ഫോർ മണി ആണോ, അതുപോലെ സാധാരണക്കാർക്ക് ആക്സസിബിൾ ആയിട്ട് വണ്ടിയാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസ് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ ഒന്നുകൂടി കാലം എടുക്കട്ടെ, ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കണം. സ്പോർട്സ് മോഡാണ്, ഞാനത് മാനുവൽ മോഡിലേക്ക് ആക്കി. 4500 RPM ഷിഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ കുറച്ച് പ്രശ്നം തോന്നിയത്, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ടാക്കോമീറ്ററിൻ്റെ നീഡിലാണ്. പക്ഷേ ആ ഒരു കൗതുകങ്ങളുണ്ട്. കൂടാതെ എനിക്ക് തോന്നുന്നു എഞ്ചിൻ്റെ സൗണ്ട് തന്നെ ഇനഫാണ് നമ്മൾ കൂടിയ RPM എത്തിയെന്ന് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഷിഫ്റ്റൊക്കെ അത്യാവശ്യം ക്വിക്കായിട്ട് തോന്നി. അപ്പോൾ നല്ല ഗിയർ ബോക്സ് എഞ്ചിൻ കോമ്പിനേഷനാണ് ഈ ഒരു ഡീസൽ എഞ്ചിൻ തോന്നുന്നു. അപ്പോൾ ഒരു MPV എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ ഡീസൽ എഞ്ചിനായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പ്രിഫറൻസ്. അതായത് ഫ്യൂവൽ എഫിഷ്യൻസി ഒരു ഫാക്ടറാണ്, പെട്രോളിൻ്റെ വിലയൊക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷേ പെട്രോളിൻ്റെ ആ ഒരു 1.4 ലിറ്റർ ടർബോയും 1.5 ലിറ്റർ എഞ്ചിനും നല്ലതാണ്, നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അൽഗസാർ കണ്ട ആ ഒരു 2 ലിറ്റർ എഞ്ചിൻ നമ്മൾ മിസ് ചെയ്യുന്നതാണ്. അതായത് നാച്ചുറലി ആസ്പിറേറ്റർ വണ്ടികളിൽ എനിക്ക് തോന്നുന്നു മികച്ച ഒരു എഞ്ചിനാണ് ആ ഒരു 2 ലിറ്റർ. അതും കൂടി ഈ ഒരു വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. അപ്പോൾ അതൊരു കുറവായിട്ട് പറഞ്ഞല്ല, പക്ഷേ അതൊരു നല്ല കാര്യമാണ്. പെട്രോൾ വണ്ടി നോക്കുന്ന ആളുകൾക്ക് കൂടുതലും എണ്ണയാണ്, അതായത് നാച്ചുറൽ ആസ്പിറേറ്ററാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ. കാല് കൊടുക്കുമ്പോൾ ആ ഒരു സ്പീഡ് എടുക്കുന്ന ഒരു നാച്ചുറലും എനിക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ഡീസലിൽ ഇഷ്ടപ്പെട്ടു. അത് ടോർക്ക് എന്ന് പറയുന്നത് 250 എണ്ണമാണ്. ആ ഒരു ടോർക്കിൻ്റെയും 115 PS ഒരു കോമ്പിനേഷൻ മികച്ചതായിട്ട് തോന്നി. ഇനിയിപ്പോൾ 1-2 സെനാരിയോസ് ഉള്ളത് ഈ ഒരു 6 സീറ്റിലും ആളിൽ നിന്ന് ഓടിച്ചു നോക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലോങ് ട്രിപ്പ് പോയി നോക്കണം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ അവസരം കിട്ടുന്ന പോലെ ചെയ്യാമെന്ന് തോന്നും. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ, അതായത് എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MPV നോക്കുന്ന ആളുകൾക്ക് വില സ്പോട്ട് ഓൺ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഓപ്ഷനാണ്. വലിയൊരു വലിപ്പമില്ല, ഇന്നോടെ പോലെ വലിയൊരു ബൾക്കി സൈസ് ഇല്ല, കാറുകളുടെ പോലെ കൊണ്ടു നടക്കാം, ബോഡി റോൾ തീരെയില്ല, സെക്സി ലുക്കാണ്. സെക്സി ലുക്ക് എന്ന കാര്യം ഒന്നുകൂടി ഊന്നി പറയുന്നത്, സെക്സി ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് ഒരു കാരൻസിന്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു മികച്ച വണ്ടി എന്ന നിലയ്ക്ക് ഈ കാരൻസിനെ കാണാം. അത് തന്നെയാണ് കാരൻസിനെ മറ്റുള്ള വണ്ടികളിൽ നിന്നും മറ്റുള്ള MPVകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടതെന്ന് കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഷെയർ നമ്മൾ എന്തിനാ അറിയാലോ. എനിക്ക് ഈ കാരൻസിൻ്റെ ഏറ്റവും എന്താ പറയുക പ്രിയപ്പെട്ടൊരു കാര്യം എടുത്ത് പോകുന്നത് പാഡ് ഷിഫ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഒരു MPV വേണമെങ്കിൽ വാങ്ങാമെന്ന് പറയുമ്പോൾ ഈ ഒരു പാഡ് ഷിഫ്റ്ററൊക്കെ ഉള്ള ഒരു ഫൺ ഫാക്ടറുള്ള വണ്ടി മേടിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. അതൊക്കെ നന്ദി, നമസ്കാരം.